ലോകം മുഴുവൻ ജയിച്ചാലും സ്വന്തം വീട്ടിൽ സമാധാനമില്ലാത്തവർ ഒത്തിരിയുണ്ട്. കുടുംബം ഒരു നരകമായി മാറുന്നത് പലപ്പോഴും ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. മഹാനായ ആചാര്യ ചാണക്യൻ കുടുംബജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചില സൂത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുടുംബത്തിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന 5 പ്രധാന ചാണക്യ സൂത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ സൂത്രം, ദേഷ്യം വരുമ്പോഴുള്ള മൗനം. ചാണക്യ തത്വം പറയുന്നത് വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. പലപ്പോഴും പങ്കാളിയുമായോ മാതാപിതാക്കളുമായോ വഴക്കുണ്ടാകുമ്പോൾ ദേഷ്യത്തിന്റെ പുറമെ നമ്മൾ പറയുന്ന ഒരു വാക്ക് മതിയാകും വർഷങ്ങളായുള്ള ബന്ധം തകരാൻ. ആ നിമിഷമൊന്ന് മൗനം പാലിക്കുന്നത് പരാജയമല്ല, മറിച്ച് ആ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ വലിയ വിജയമാണ്. ദേഷ്യമടങ്ങിയ ശേഷം ശാന്തമായി സംസാരിക്കുക. രണ്ടാമത്തെ സൂത്രം എന്ന് പറയുന്നത് കുടുംബ രഹസ്യങ്ങൾ രഹസ്യമായി വെക്കുക. ചാണക്യൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ കുറവുകളും പ്രശ്നങ്ങളും ഒരിക്കലും പുറത്തുള്ളവരോട് പങ്കുവെക്കരുത്. ഇത് കേവലം രഹസ്യം സൂക്ഷിക്കലല്ല, മറിച്ച് കുടുംബത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തലാണ്. കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ പ്രശ്നം ദേഷ്യത്തിന്റെ പുറത്തോ സങ്കടത്തിന്റെ പുറത്തോ ഒരു മൂന്നാമതൊരാളോട് സുഹൃത്തോ ബന്ധുവോ ആണെങ്കിൽ പോലും പങ്കുവെക്കുമ്പോൾ അവർ അത് പരിഹരിക്കാനല്ല, മറിച്ച് പലപ്പോഴും ആ വിടവിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. നിങ്ങൾ ഇന്ന് വിശ്വസിച്ച് പറയുന്ന രഹസ്യം നാളെ മറ്റൊരാൾക്ക് നിങ്ങളെ കളിയാക്കാനുള്ള ആയുധമായി മാറും. സൗഹൃദങ്ങളിലെ അതിരുവരമ്പുകൾ. പലപ്പോഴും നമ്മൾ വിചാരിക്കും കൂട്ടുകാരോട് വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നത് ആശ്വാസമാണെന്ന്. എന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥയോ ദമ്പതികൾക്കിടയിലെ സ്വകാര്യ വിഷയങ്ങളോ പുറത്തു പറയുന്നത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ബഹുമാനം മറ്റുള്ളവരുടെ കണ്ണിൽ കുറയാൻ കാരണമാകും. വീടിന്റെ ഉമ്മറപ്പടി കടന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ രഹസ്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്താനുള്ള വിത്തുകളാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മിക്കവരും ഉപദേശവുമായി വരും. പക്ഷേ ചാണക്യൻ പറയുന്നത് സ്വന്തം വിവേകം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളിലേക്ക് എത്തിച്ചേക്കാം. നിങ്ങളുടെ വീട്ടിനുള്ളിലെ തീ അണയ്ക്കേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവരെ വിളിച്ചാൽ അവർ ചിലപ്പോൾ എണ്ണയുമായിട്ടായിരിക്കും വരുന്നത്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഫ്രീഡമാണ് ഏറ്റവും വലിയ സുഖം. അതുപോലെ തന്നെ ഫ്രീഡം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ദുഃഖം. കുടുംബത്തിലെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഓരോ വ്യക്തിയും അവരവരുടെ നിലയിൽ കരുത്തായിരിക്കണം. മാനസിക കരുത്ത് വേണം. കുടുംബത്തിലെ നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാറുണ്ട്. പങ്കാളി സ്നേഹിച്ചാൽ മാത്രം സന്തോഷം, മക്കൾ അനുസരിച്ചാൽ മാത്രം സമാധാനം എന്ന നിലപാട് നിങ്ങളെ തളർത്തും. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാൾക്ക് നൽകിയാൽ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ദുഃഖിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമാധാനമായി ഇരിക്കില്ല. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെയാണ് വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. കുടുംബത്തിലെ തർക്കങ്ങളിൽ വലിയൊരു പങ്കും പണവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ബഹുമാനം കുറയും. സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തുന്നത് കുടുംബത്തിൽ നിങ്ങളുടെ ശബ്ദത്തിന് മൂല്യം നൽകുന്നതായിരിക്കും. അമിതമായി മറ്റൊരാളെ സാമ്പത്തികമായി ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കുടുംബത്തിൽ വില ഇല്ലാതാകുന്നു. സ്വയം പര്യാപ്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനം. സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം തേടുന്നത് ഒഴിവാക്കുക. നിങ്ങൾ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും ആദരവും വർദ്ധിക്കും. ഇത് അനാവശ്യമായ പരിഭവങ്ങളും പരാതികളും കുറയ്ക്കാൻ സഹായിക്കും. മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ ജീവിക്കാൻ പഠിക്കുക. നിങ്ങൾ കരുത്തുള്ളവരാകുക. കുടുംബം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. നാലാമത്തെ ചാണക്യന്റെ സൂത്രം എന്ന് പറയുന്നത് അവോയ്ഡ് അൺനെസസറി ആർഗ്യുമെന്റ്സ്. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. ചാണക്യൻ പറയുന്നു, ബുദ്ധിശൂന്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ സമയവും ഊർജവും സമാധാനവും നശിപ്പിക്കും. കുടുംബത്തിൽ എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകണമെന്നില്ല. മാറാത്ത സ്വഭാവമുള്ളവർ. കുടുംബത്തിൽ ചിലരൊക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമുണ്ടാകാം. അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും വലിയ വഴക്കിലേക്ക് കലാശിക്കൂ. ഇവിടെ മൗനം ഒരു ആയുധമാക്കുക. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആ തർക്കം അവിടെ അവസാനിക്കുന്നു. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ശരി തെറ്റുകൾ തെളിയിക്കൽ. എല്ലാ കാര്യത്തിലും താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തിൽ അകൽച്ചയുണ്ടാക്കും. ചിലപ്പോൾ സമാധാനത്തിനായി നീ പറയുന്നതും ശരിയായിരിക്കാം എന്ന് പറഞ്ഞ് പിന്മാറുന്നതും വലിയൊരു ഗുണമാണ്. തർക്കത്തിൽ ജയിക്കുന്നത് സന്തോഷം നൽകും, എന്നാൽ സ്നേഹത്തിൽ തോറ്റുകൊടുക്കുന്നത് ശാശ്വതമായ ഒരു സമാധാനവും നൽകുന്നു. അടുത്ത സൂത്രം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ലവ് ആൻഡ് ഡിസിപ്ലിൻ.
ഒരു തോട്ടക്കാരൻ ചെടിയെ സ്നേഹത്തോടെ പരിചരിക്കുന്നതിനൊപ്പം അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെട്ടിമാറ്റലുകളും നടത്താറുണ്ട്. അതുപോലെയാകണം കുടുംബവും. മക്കളോട് അമിതമായ സ്നേഹം മാത്രം കാണിച്ചാൽ അവർ അച്ചടക്കമില്ലാത്തവരായി മാറിയേക്കാം. തെറ്റു ചെയ്യുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കാനും ആവശ്യമായ കർക്കശത കാണിക്കണം. സ്നേഹവും അച്ചടക്കവും ഒരുപോലെ നൽകിയാൽ മാത്രമേ അവർ നല്ല വ്യക്തികളായി വളരൂ. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യമാണ് കുടുംബത്തിലെ അതിർവരമ്പുകൾ. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ തന്നെ നിങ്ങൾ ആരും ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ മാന്യതയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവിടെ മിതമായ കർക്കശത കാണിക്കുന്നത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും. അമിതമായ മധുരം ഉറുമ്പിനെ ആകർഷിക്കും. അതുപോലെ അമിതമായ ലാളന കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. അച്ചടക്കം സമാധാനത്തിനുള്ള ഒരു സുരക്ഷാ കവചമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പറഞ്ഞ ഈ 5 സൂത്രങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള വഴികാട്ടികളാണ്. കുടുംബം എന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരിടമാണ്. അവിടെ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറായാൽ ജീവിതം തന്നെ സ്വർഗതുല്യമാകും. ഓർക്കുക, മൗനം പാലിക്കേണ്ടിടത്ത് മൗനവും കരുത്ത് കാണിക്കേണ്ടിടത്ത് കരുത്തും കാണിക്കുക. ഈ 5 കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യം ഏതാണ്? അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവർക്കും വലിയ പ്രചോദനമാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ.